ഞായറാഴ്ച പുലർച്ചെ ഒരു 4 മണി 4:30 കൂടിയിട്ട് തന്നെ വിൻഷേട്ട് ഇതേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വർത്താനം ലഹളും കേട്ടിട്ടാട്ടോ ഞാൻ എനിക്കണത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വന്നത്. അമ്മ ഇടന്നു വാതിലൊക്കെ തുറന്നു കൊടുത്തതും എല്ലാതുട്ടാ. പിന്നെ അമ്മ വേഗം ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതും കുടിച്ചിട്ട് വിൻഷേട്ട നേരെ വന്ന് കിടന്ന് ഉറങ്ങാട്ടോ ചെയ്തത്. പിന്നെ ഞാനിത് ഒരു 8:30 മണിയാകുമ്പോഴാട്ടോ ഞാൻ എനിറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ എനിക്കുമ്പോഴും അവർ രണ്ടാളും തേജു അത് വിൻഷേട്ടനും അതെ നല്ല ഉറക്കാടുന്നു കേട്ടോ. ഞാൻ വേഗം എനിക്ക് വഴിക്കന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. കാരണം നമുക്കിനി വീട്ടിലേക്ക് പോകണം. രാവിലെ തന്നെ ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇത് വിൻഷേട്ടനാണെങ്കിൽ ട്രിപ്പൊക്കെ പോയിട്ട് നല്ല ക്ഷീണാട്ടാ. തേജും വിൻഷേട്ടനും കൂടി നല്ല ഉറക്കം കിടന്നു. അപ്പം ഞാൻ വിളിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞു, ഇനി ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അവരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയ്ക്ക് 7 മണി 7:30 ആകുമ്പോഴേക്കും ചായ കുടിക്കും. ഞാൻ പിന്നെ എനിക്ക് വരുന്ന സമയം വൈകിട്ടായതുകൊണ്ട് തന്നെ അപ്പളാട്ട കുടിച്ചത്. അപ്പോൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷുക്കട്ടയായിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഷുവിന് വിഷുക്കട്ട നമുക്ക് നേരം പോലെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ അതേ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടൊക്കൊന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തേജപ്പൻ എനിക്ക് കേട്ടോ. അപ്പോൾ വേഗം തേജപ്പനെയും കുളിപ്പിച്ചു. അവൻ്റെ ക്രീമൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് ഇനി അവനും ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ വിൻഷേട്ടനോട് ഞാൻ പറയുമായിരുന്നു ഒറ്റപ്പാലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് പോരെ, വീട്ടിലേക്ക് പോരെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിൻഷേട്ടൻ വേഗം ഇങ്ങോട്ട് വന്നിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ബസ്സിൽ പോവേ വണ്ടി വിളിച്ച് പോവൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഇതേ അവർ രണ്ടാളും കൂടിയിട്ട് ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ അമ്മ മാംഗോ ജ്യൂസ് കൊടുന്നതായിരുന്നു. അത് ഞാൻ കയ്യും കൂടെ ആയിട്ട് ആദ്യം ഒഴിച്ചത്. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് ഇതേ വീണ്ടും ഇരുന്ന് കുടിക്കുന്നുണ്ട്. വിൻഷേട്ടൻ കളിക്കുക എന്താ നിൻ്റെ അടിക്ക് ഓട്ടം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാ. അതിന് ഞാൻ ഫുള്ള് മാംഗോ ജ്യൂസ് കുടിച്ചു. അവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഇരുന്നാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പോഴാട്ടമ്മ തണ്ണിമത്തൻ ജ്യൂസും മാംഗോ ജ്യൂസൊക്കെ അടിച്ചു കൊടുന്ന് വെച്ചത്. അപ്പോൾ മാംഗോ ജ്യൂസ് ഫുള്ള് ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ. തേജും വിൻഷേട്ടനും കുടിക്കാത്തതുകൊണ്ട് ഇതൊരു ബോട്ടിലാക്കി തന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ബാഗ് വിൻഷേട്ടൻ ട്രിപ്പ് പോയ ബാഗ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനെല്ലാം അതിൽ വെച്ചു. പിന്നെ എന്തോ അമ്മ ചപ്പാത്തിയുടെ ഒരു പാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇതേ നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ട്. തേജപ്പൻ ഇപ്രാവശ്യം ബാഗിലൊന്നും നിറയ്ക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എന്തോ ഇപ്രാവശ്യം കുട്ടി ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ അവൻ്റേതായ സാധനങ്ങൾ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ അത് അവനിപ്പോൾ 2 ദിവസമായിട്ട് അപ്പുറത്തെ വീട്ടിലെ നാളൂട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. അപ്പോൾ അവനോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞാൻ കണ്ടൊരു കാര്യമാണ് വിൻഷൻ്റെ തലയിലെ ഹെൽമെറ്റ് ഇട്ട് ഒരുമാതിരി രാജാവ് കിരീടം വെച്ച പോലെ ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് മാറിയതാട്ടോ. ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ വിൻഷൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽമെറ്റ് കണ്ടോ തെറ്റിയിട്ട് എടുത്ത് കൊടുന്നു. അപ്പോൾ വീട് എത്തുന്ന വരയ്ക്ക് ഞാൻ ആ ഹെൽമെറ്റ് നോക്കി ചിരിച്ചിട്ടാട്ടോ പോയി ഇടുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.